ഞാനിപ്പോൾ ഉള്ളത് വയനാട് മേപ്പാടിയിലാണ്. മേപ്പാടിയിലെ നടുവത്ത് കിച്ചന്റെ പുറത്താണ്. ഞാൻ ഉള്ളിൽ കയറി കഴിച്ചതിന് ശേഷമാണ് ഇൻട്രോ കൊടുക്കുന്നത്. കിഡിലും ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോ പറഞ്ഞിട്ടോ കേട്ടിട്ടോ അല്ല, ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ടു, വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു, ജസ്റ്റ് കയറിയതാണ്. പക്ഷെ 10ൽ 9ഉം 10 തന്നെ കൊടുക്കാവാണെങ്കിൽ 10 കൊടുക്കാമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഭക്ഷണം എത്ര ടേസ്റ്റ് ആക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം ടേസ്റ്റ് ഇവർ വിളമ്പിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു എല്ലാം ഓർഗാനിക് ആണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കല്ലേ, ഇവരെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. നിങ്ങളൊരു വെജിറ്റേറിയൻ ഫാൻ ആണെങ്കിൽ, ഫാൻ അല്ല ജസ്റ്റ് ഇഷ്ടം മാത്രമാണെങ്കിൽ പോലും നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചോ, നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം വെജിറ്റേറിയൻ ഹോട്ടലിൽ എത്ര ടേസ്റ്റ് ആക്കാൻ പറ്റും ആ ടേസ്റ്റ് ഇവർ ചെയ്തിട്ടുണ്ട്. 8 വർഷമായി നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ട്, റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട്. വെജിറ്റേറിയൻ ഇപ്പം നമ്മൾ അടുത്തൊരു 10-22 ദിവസമായിട്ടുള്ളൂ. നമ്മൾ പണ്ട് മുതലേ ഇത് തുടങ്ങിയ കാലം മുതലേ ഈ മൊത്തത്തിൽ നമ്മൾ കളറ്, മായം, അതുപോലുള്ള ആർട്ടിഫിഷ്യൽ എസൻസുകൾ, സിന്തറ്റിക് എസൻസുകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ മസാലകളെല്ലാം നമ്മളിവിടെ കഴുകി പൊടിച്ചുണക്കി ഉണ്ടാക്കുന്ന മസാലകൾ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പ്രയാസമാണ്. കാരണം അവർ ആ ഒരു രീതി ശീലിച്ചതുകൊണ്ട് നമ്മൾ രീതിയായിട്ട് പൊരുത്തപ്പെട്ട് പോകില്ല. അത്രയും ഹൈജീൻ ആയിട്ടാണ് നമ്മളോട് ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള റിസ്ക് കൂടുതലുണ്ട്. എന്നാലും നമ്മൾ അത്ര ഇതിൽ ഒരാൾക്കും കഴിക്കുന്ന ഒരാൾ തിന്മേശയിൽ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് നമ്മളത് കീപ്പ് ചെയ്യുന്നതാണ് ഇവിടെ. അതാണ് നമ്മൾ ആ ഒരു മുഖമുദ്രയായിട്ട് അതിൻ്റെ ഒരു ബിസിനസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഞാൻ വലിയൊരു പ്രതീക്ഷയിൽ കയറിയ ഒരു റെസ്റ്റോറൻ്റ് എന്നല്ല ഇത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യണം തോന്നി. കഴിക്കുന്ന ഓരോന്നും നല്ല ക്വാളിറ്റിയിലും നല്ല ഹൈജീനിക്കും നല്ല ടേസ്റ്റും. ഇപ്പം ഞാൻ കരുതി ആർട്ടിഫിഷ്യൽ കളറും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അതിന് ടേസ്റ്റ് ആക്കിയതാണെന്ന്. പക്ഷെ ഇവരെന്നെ പറഞ്ഞു എല്ലാം ഓർഗാനിക് ആണ്, എല്ലാം നാച്ചുറൽ ആണ്, വേണ്ടാത്ത കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല. ഇത് എന്തിനാണ് ഇത്ര രുചി എന്ന് അറിയാൻ വേണ്ടി ആ ഇഡ്ഡലി 5 തരം 3 തരം ചമ്മന്തിയും 2 തരം സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറി മാറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓരോന്നും ഒന്നിനൊന്നും മെച്ചെന്നേ പറയാൻ പറ്റും. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം കാഞ്ഞങ്ങാട് ഫുഡി.